ഈ വീഡിയോ കാണുന്നതിന് ആദ്യമേ നന്ദി പറയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ പോഷകമൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. എല്ലാ ദിവസവും ഒരു കഷ്ണം റെയിൻബോ കഴിക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറ്. എന്നുവെച്ചാൽ 7 വ്യത്യസ്ത നിറങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ എല്ലാ പോഷകമൂല്യങ്ങളും ആവശ്യമായ അളവിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന ചില പച്ചക്കറികളിലും പഴങ്ങളിലും അതിമാരകമായ വിഷം അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അധികം ആർക്കും അറിയുമെന്ന് തോന്നുന്നില്ല. അശാസ്ത്രീയമായ രീതിയിലുള്ള കീടനാശിനി ഉപയോഗത്തെക്കുറിച്ചോ പഴങ്ങളും പച്ചക്കറികളും കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെക്കുറിച്ചോ അല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ചെടികൾ അവയുടെ ആത്മരക്ഷയ്ക്കായി സ്വയം നിർമ്മിച്ച് ഇലകളിലും തണ്ടുകളിലും പഴങ്ങളിലും കിഴങ്ങുകളിലുമെല്ലാം സൂക്ഷിക്കുന്ന അതിമാരകമായ വിഷങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഏതിലൊക്കെയാണ് അത്തരം വിഷം അടങ്ങിയിരിക്കുന്നതെന്നും ആ വിഷം നമ്മുടെ ശരീരത്തിൽ എത്താതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അറിയുന്നതിന് ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നിടത്ത് വിരലമർത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും രേഖപ്പെടുത്തുക. വിഷാംശമടങ്ങിയ ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കോമണായി ഉപയോഗിക്കുന്ന 3 എണ്ണത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഉരുളക്കിഴങ്ങ്. നമ്മുടെ കറികളിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ്, പൊട്ടാസ്യം, വൈറ്റമിൻ സി, ഫൈബർ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഉരുളക്കിഴങ്ങിൽ സൊലാനൈൻ എന്നു പേരായ ഒരു വിഷവസ്തു കൂടി അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അറിയുമോ? ഉരുളക്കിഴങ്ങ് ചെടിയുടെ തണ്ടിലും ഇലകളിലും പൂക്കളിലുമാണ് ഈ രാസവസ്തു ഏറ്റവും അധികം കണ്ടുവരുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഉരുളക്കിഴങ്ങ് ചെടി ഭക്ഷണത്തിനായി ഉപയോഗിക്കരുത്. ഉരുളക്കിഴങ്ങിൽ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അതിൻ്റെ തൊലിയിലും തൊലിക്ക് തൊട്ടു താഴെയുള്ള ഏതാണ്ട് 1 മില്ലിമീറ്റർ കനത്തിലുള്ള മാംസഭാഗത്തും ഉരുളക്കിഴങ്ങിൻ്റെ കണ്ണ് എന്ന് വിളിക്കുന്ന ചെറിയ കുഴികളിലുമാണ്. ഈ കുഴികളിൽ നിന്നാണ് പുതിയ ചെടി മുളച്ചു വരുന്നത്. മുള വരുന്ന സമയത്ത് ഉരുളക്കിഴങ്ങിൽ സൊലാനൈൻ എന്ന വിഷത്തിൻ്റെ അളവ് വളരെയധികം കൂടുന്നു. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന് എന്തെങ്കിലും മുറിവോ ചതവോ കേടുപാടുകളോ പറ്റുമ്പോൾ ആ ഭാഗത്ത് ഈ വിഷവസ്തു ധാരാളം അടിഞ്ഞുകൂടുന്നു. അതുപോലെ ഉരുളക്കിഴങ്ങിന് സൂര്യപ്രകാശം തട്ടുമ്പോൾ സൂര്യപ്രകാശം തട്ടിയ സ്ഥലത്ത് അതിൻ്റെ കളർ പച്ച നിറമാവുകയും പച്ച നിറമായ സ്ഥലത്ത് ഈ വിഷത്തിൻ്റെ അളവ് വളരെയധികം കൂടുകയും ചെയ്യുന്നു. സൊലാനൈൻ ചെറിയ തോതിൽ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്നാൽ കുറേ ഗ്യാസ് ട്രബിൾ ഉണ്ടാകുമെന്നല്ലാതെ വേറെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. എന്നാൽ മുളയ്ക്കാൻ തുടങ്ങിയതോ പച്ച നിറമുള്ളതോ ആയ ഉരുളക്കിഴങ്ങ് കഴിച്ചാൽ ഈ വിഷം വലിയ തോതിൽ നമ്മുടെ ശരീരത്തിലെത്തുകയും അത് അതിശക്തമായ ഗ്യാസ് ട്രബിൾ, വയറിളക്കം, ഛർദി, വയറുവേദന, തലചുറ്റൽ, ശ്വാസതടസ്സം തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. നമ്മുടെ നാഡീവ്യവസ്ഥയെ വരെ തകരാറിലാക്കാനുള്ള കഴിവ് ഈ വിഷത്തിനുണ്ട്. സൊലാനൈൻ എന്ന മാരക വിഷം നമ്മുടെ ശരീരത്തിലെത്താതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായി മുള വന്നതോ പച്ച നിറത്തിലുള്ളതോ ആയ ഉരുളക്കിഴങ്ങ് യാതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. പരിക്ക് പറ്റിയ ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുമ്പോൾ ആ പരിക്കേറ്റ ഭാഗം നന്നായി മുറിച്ച് കളയുക. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയുമ്പോൾ ഏകദേശം 1 മില്ലിമീറ്റർ ആഴത്തിൽ അതിൻ്റെ മാംസം കൂടി ചെത്തിക്കളയുക. ആവശ്യം കഴിഞ്ഞ് ബാക്കി വന്ന ഉരുളക്കിഴങ്ങ് വെളിച്ചം കയറാത്ത സ്ഥലത്ത് സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ കപ്പയാണ് അടുത്തത്. നമുക്ക് മാത്രമല്ല, കേരളത്തിലെ പോലെ കാലാവസ്ഥയുള്ള മറ്റ് പല രാജ്യങ്ങളിലും കപ്പ ഒരു പ്രധാന ഭക്ഷ്യവസ്തുവാണ്. അതികഠിനമായ ചൂടിനെയും വരൾച്ചയെയും അതിജീവിക്കാനുള്ള കഴിവ് കപ്പച്ചെടിക്കുള്ളതുകൊണ്ട് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും കപ്പ നമുക്ക് ചോറ് എന്നതുപോലെയാണ്.
എന്നാൽ ഹൈഡ്രജൻ സയനൈഡ് എന്നു പേരായ അതിമാരകമായ വിഷം കപ്പച്ചെടിയുടെ ഇലകളിലും കപ്പയിലും അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം അധികമാർക്കും അറിയുമെന്ന് തോന്നുന്നില്ല. കപ്പച്ചെടിയുടെ ഇല തിന്നത് കാരണം ആട്, പശു തുടങ്ങിയ മൃഗങ്ങൾ ചാവുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ അത്ര അപൂർവമായ ഒരു സംഭവമല്ല. പൊട്ടാസ്യം സയനൈഡ് ഭക്ഷണത്തിൽ കലർത്തി ഭർത്താവിനെയും ഭർത്താവിൻ്റെ പാരൻസിനെയും മറ്റും കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയുടെ കഥ കുറച്ചു മുമ്പ് പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നല്ലോ. പൊട്ടാസ്യം സയനൈഡ് പോലെ തന്നെ അതിമാരകമായ ഹൈഡ്രജൻ സയനൈഡാണ് കപ്പയിൽ അടങ്ങിയിരിക്കുന്നത്. 1 കിലോഗ്രാം കപ്പയിൽ ഏകദേശം 15 മുതൽ 400 മില്ലിഗ്രാം വരെ സയനൈഡ് അടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അധികം ജലം ലഭിക്കാത്ത വരണ്ട കാലാവസ്ഥയിലാണ് കപ്പച്ചെടി വളരുന്നതെങ്കിൽ ആ കപ്പച്ചെടിയിലുണ്ടാകുന്ന കപ്പക്കിഴങ്ങിൽ സയനൈഡിൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും. 1 കിലോയിൽ 15 മുതൽ 400 മില്ലിഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കുറവാണല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നാൽ ഒരാളെ കൊല്ലാൻ വെറും 5 മില്ലിഗ്രാം സയനൈഡ് മതി. ഹൈഡ്രജൻ സയനൈഡ് പോയ്സണിംഗ് കാരണം ജനങ്ങൾ ആശുപത്രിയിലെത്തുന്നതും മരണപ്പെടുന്നതും ആഫ്രിക്കയിൽ അത്ര അപൂർവമായ ഒരു സംഭവമല്ല. അതിവരണ്ട കാലാവസ്ഥയിൽ ആവശ്യത്തിന് ജലം ലഭിക്കാതെ വളരുന്ന കപ്പച്ചെടിയിൽ നിന്നുള്ള കപ്പക്കിഴങ്ങ് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാതെ കഴിക്കുന്നതാണ് ഇതിന് കാരണം. ഇത്തരം ആപത്തുകളിലൊന്നും ചെന്ന് ചാടാതെ എങ്ങനെ ശരിയായ രീതിയിൽ കപ്പ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം എന്ന് നോക്കാം. കപ്പയുടെ തൊലിയിൽ ഹൈഡ്രജൻ സയനൈഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആദ്യമായി നന്നായി തൊലി കളയുക. തൊലി കളഞ്ഞ ശേഷം ധാരാളം വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക. ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ശേഷം വീണ്ടും നന്നായി കഴുകുക. ധാരാളം വെള്ളം ഉപയോഗിച്ച് വേണം കപ്പ വേവിച്ചെടുക്കാൻ. കപ്പ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം യാതൊരു കാരണവശാലും ഭക്ഷണത്തിനായി ഉപയോഗിക്കരുത്. കാരണം കപ്പയിൽ അടങ്ങിയിരിക്കുന്ന മിക്കവാറും ഹൈഡ്രജൻ സയനൈഡ് ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ടായിരിക്കും. ഇത്രയൊക്കെ ചെയ്താലും ഹൈഡ്രജൻ സയനൈഡിൻ്റെ വളരെ ചെറിയ അംശം ഇപ്പോഴും ആ വേവിച്ച കപ്പയിൽ ബാക്കിയിരിക്കുന്നുണ്ടാവും. അതിനെ എങ്ങനെ നിർവീര്യമാക്കാം എന്ന് നമുക്ക് നോക്കാം. സയനൈഡ് പോയ്സണിങ്ങിന് മറുമരുന്നായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഹൈഡ്രോക്സോകോബാലമിൻ അഥവാ വൈറ്റമിൻ B12. അതുകൊണ്ട് കപ്പ കഴിക്കുമ്പോൾ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൂടെ കഴിക്കുന്നത് നന്നായിരിക്കും. മത്തി, അയില, ട്യൂണ തുടങ്ങിയ മത്സ്യങ്ങളിലും ബീഫ്, ആട് തുടങ്ങിയ മാംസാഹാരങ്ങളിലും ധാരാളം വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കപ്പ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ മത്തിക്കറിയോ അല്ലെങ്കിൽ അയിലക്കറിയോ അല്ലെങ്കിൽ ബീഫ് കൊണ്ടുള്ള എന്തെങ്കിലും വിഭവങ്ങളോ കഴിക്കുന്നത് ഹൈഡ്രജൻ സയനൈഡിൻ്റെ പോയ്സണിങ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ്. വളരെയധികം ലോകപ്രശസ്തി ആർജിച്ച പഴങ്ങളിലൊന്നാണ് ആപ്പിൾ. ആപ്പിൾ ജ്യൂസ്, ആപ്പിൾ ഷേക്ക്, ആപ്പിൾ പൈ, അങ്ങനെ ആപ്പിൾ പല വിധത്തിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാരാളം പോഷകമൂല്യങ്ങൾ ആപ്പിളിൻ്റെ മാംസത്തിലും അതിൻ്റെ തൊലിയിലും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആപ്പിൾ കുരുവിൻ്റെ കാര്യം അങ്ങനെയല്ല. ആപ്പിളിൻ്റെ കുരുവിൽ അമിഗ്ഡാലിൻ എന്നു പേരായ ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ഈ രാസവസ്തു നമ്മുടെ വയറ്റിലെത്തുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസുമായി പ്രതിപ്രവർത്തനത്തിലേർപ്പെടുകയും ഹൈഡ്രജൻ സയനൈഡ് എന്ന മാരക വിഷം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. 1-2 ആപ്പിളിൻ്റെ കുരു അകത്ത് ചെന്നാലൊന്നും വലിയ പ്രശ്നമുണ്ടാവില്ല. എന്നിരുന്നാലും ജ്യൂസ് അടിക്കുമ്പോഴും ആപ്പിൾ ഷേക്ക് ഉണ്ടാക്കുമ്പോഴും കുരു കളയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ആപ്പിളിൻ്റെ വെറൈറ്റി അനുസരിച്ച് അതിൻ്റെ കുരുവിൽ അടങ്ങിയിരിക്കുന്ന അമിഗ്ഡാലിൻ്റെ അളവിലും വ്യത്യാസമുണ്ടായിരിക്കും. ഒരാളെ മരണത്തിലേക്ക് നയിക്കാൻ ഏകദേശം എത്ര ആപ്പിൾ കുരു വേണ്ടി വരും എന്ന് ഞാനിവിടെ പറയുന്നില്ല. ആപ്പിൾ കുരു കഴിയുന്നതും നമ്മുടെ വയറ്റിലെത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം.